നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. കഴുകൻ പോൽ പുതുബലം ധരിച്ചിടുക, കാത്തിടുക നാം യേശുവിനായി. കഴുകൻ പോൽ പുതുബലം ധരിച്ചിടുക, കാത്തിടുക നാം യേശുവിനായി. കാലങ്ങളിനിയും ഏറെയില്ല, കൃപയിൻ വാതിലടഞ്ഞിടാറായി. കാലങ്ങളിനിയും ഏറെയില്ല, കൃപയിൻ വാതിലടഞ്ഞിടാറായി. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. പ്രാർത്ഥനയാൽ ദിനം ജാഗരിച്ചു, വിശുദ്ധിയിലെന്നും നാം ജീവിക്കുമ്പോൾ. പ്രാർത്ഥനയാൽ ദിനം ജാഗരിച്ചു, വിശുദ്ധിയിലെന്നും നാം ജീവിക്കുമ്പോൾ. സ്വർഗീയമാം തിരു അനുഗ്രഹങ്ങൾ മാരി പോലെന്നും ചൊരിഞ്ഞിടുമേ. സ്വർഗീയമാം തിരു അനുഗ്രഹങ്ങൾ മാരി പോലെന്നും ചൊരിഞ്ഞിടുമേ. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. പന്മതിൽ പോൽ എതിരു വന്നാൽ ദൈവത്താൽ ഞാൻ അതു മറികടക്കും. നിത്യതയിലെ വാസമോർക്കുമ്പോൾ ഇധരയിലെ ക്ലേശം സാരമില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം
അനുഗ്രഹമാണ് വാഗ്ദത്തം. അബ്രഹാമിന് അനുഗ്രഹം ലഭിച്ചു, ഇസ്ഹാക്കിന് അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു, യാക്കോവിന് അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു, യാക്കോവിൽ നിന്ന് യൗസേഫിനും അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു. എന്താണ് വാഗ്ദത്തം? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 24 വാക്യം അത് വായിക്കാം. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. യാക്കോബ് പറയുകയാണ്, യൗസേപ്പിൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ആരെല്ലാം എതിർത്തിട്ടും ആ വില്ലിന് കേടുപറ്റിയില്ല. അസ്ത്രവിദ്യയിൽ വളരെ ശക്തരും കരുത്തരുമായിരുന്നു എതിർത്ത് നോക്കി, യൗസേപ്പിന് കേടുവന്നില്ല. യാക്കോബിൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. പിന്നെ അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. അവൻ്റെ ഭുജം ബലപ്പെട്ടു. നിന്റെ അപ്പൻ്റെ കയ്യാൽ, യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ, നിത്യനായ ദൈവത്തിൻ്റെ കയ്യാൽ നിന്റെ വില്ല് ബലപ്പെട്ടു, നിന്റെ ഭുജം ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. സ്തോത്രം. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. എൻ്റെ പാറയാണ് എൻ്റെ ദൈവം, എൻ്റെ ഉടമസ്ഥനായ ദൈവം എൻ്റെ പാറയാണ്. എൻ്റെ ഇസ്രായേലിൻ്റെ പാറയായ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതത്താൽ അവൻ്റെ കൈകൾ ബലപ്പെട്ടു. സ്തോത്രം. യോസേപ്പ് അപ്പം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ കോളമേരിക്കൊണ്ട് നിൽക്കുകയാണ്, രോമാഞ്ചം കൊണ്ട് നിൽക്കുകയാണ്. എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് തരുന്നത്, അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ തനിയായിരുന്നു പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ തനിയായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ ലഭിക്കും. അപ്പോൾ നിങ്ങളറിയാതെ ചിലപ്പോൾ കരയും, കണ്ണുനീര് നിങ്ങളുടെ വേദപുസ്തകങ്ങളിലെ കണ്ണീര് വീഴും. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾ കണ്ണീര് വീഴും. അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വാങ്ങണം. സ്തോത്രം. പിന്നെ വായിക്കാം. പിന്നെ നിന്റെ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും. സ്തോത്രം. നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ, നിന്റെ സർവശക്തനായ ദൈവത്താൽ തന്നെ അവൻ നിന്നെ സന്ദർശിക്കും, സഹായിക്കും. അവൻ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. നിന്റെ പിതാവിൻ്റെ ദൈവം. എന്തൊരു വാക്കുകളുടെ പിന്നിലുള്ളതായ ശക്തി. നിന്റെ പിതാവിൻ്റെ ദൈവം പറയണം. നിങ്ങൾ പറയണം, എൻ്റെ അപ്പൻ്റെ ദൈവം, എൻ്റെ അപ്പൻ്റെ ദൈവം. സ്തോത്രം. ഇനി വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പറയണം, എൻ്റെ അപ്പൻ്റെ ദൈവം. മക്കളുടെ മക്കൾ പറയണം, എൻ്റെ അപ്പൻ്റെ ദൈവം. സ്തോത്രം. തലമുറകളിലേക്ക് അനുഗ്രഹം പകരുകയാണ്, തലമുറകൾക്ക് അനുഗ്രഹം കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുമാത്രം അനുഗ്രഹങ്ങൾ യാക്കോബ് യോസേഫിന് കൊടുക്കുന്നത്. നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ ദൈവം നിന്നെ സഹായിക്കും. മാത്രമല്ല സർവശക്തനാൽ തന്നെ ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും. ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തരും. ഈ പ്രകൃതിയിൽ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തരും. എല്ലാ അനുഗ്രഹങ്ങളും ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങൾ. എന്തൊക്കെയുണ്ട്? മഴ വേണമോ മഴ തരും, നിനക്ക് മഞ്ഞ് വേണമോ മഞ്ഞ് തരും, വേനൽ വേണമോ വേനൽ തരും. എല്ലാം ആകാശത്തിൻ്റെ അനുഭവങ്ങളെല്ലാം നിനക്ക് തരും. പിന്നെ താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും. താഴെ കിടക്കുന്ന സമുദ്രത്തിൻ്റെ ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തരും. ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇത് പറഞ്ഞപ്പോൾ വരും കാലത്തെക്കുറിച്ചൊന്നും യാക്കോബ് അത്ര തന്നെ ചിന്തിച്ചില്ല. എന്നാൽ പിൽക്കാലത്ത് വേദപുസ്തകം പഠിച്ച ആളുകൾ വേദപുസ്തകം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടി മണ്ണിൽ കുഴിച്ചു, ഊഷരമായ മരുപ്പറമ്പ് കുഴിച്ചു, ഉണങ്ങി വരേണ്ട മരുഭൂമി കുഴിച്ചു ചെന്നപ്പോൾ അങ്ങ് താഴെ ആഴത്തിൽ ഇതാ എണ്ണ കിട്ടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ കിട്ടുന്നതിന് കാരണം അതാണ്. പിന്നെയും ഉണ്ട്, വേദപുസ്തകങ്ങളിൽ തെളിവുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എണ്ണ ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടി. സമുദ്രത്തിൻ്റെ അനുഗ്രഹം മാത്രമല്ല, ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ. സമുദ്രത്തിലും ആഴത്തിലേക്ക് കുഴിച്ച് ചെന്നപ്പോൾ ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചു. എണ്ണ ഇന്ന് അറബി നാടുകൾ സമ്പന്നമായത് എന്തുകൊണ്ടാണ്? ഉണങ്ങി വരേണ്ട അറബി നാടുകൾ സമ്പന്നമായത് എന്തുകൊണ്ട്? എണ്ണ അവർ ഖനനം ചെയ്തെടുത്തു. അതിന് കാരണം വേദപുസ്തകത്തിലെ ഈ വാക്യമാണ്. ഈ വാക്യം മാത്രമല്ല, വേറെ ചില വാക്യങ്ങൾ നോക്കാം. ആവർത്തന പുസ്തകം എടുക്കാം. ആവർത്തന പുസ്തകം 33:19. അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും. അവിടെ നീതിയാഗങ്ങളെ കഴിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും. അറബികളിൽ നിന്ന് സമ്പന്നരായി, ആ നാടുകളിൽ നിന്ന് സമ്പൽ സമൃദ്ധിയുള്ള നാടായി. എന്തുകൊണ്ട്? മണലിലെ നിക്ഷേപങ്ങൾ വലിച്ചു കുടിക്കുന്നു. വേദപുസ്തകത്തിൽ എഴുതിയ വാക്കുകൾ, നിത്യനായ ദൈവം രേഖപ്പെടുത്തിയ വാക്കുകൾ അക്ഷരീകമായി വിശ്വസിച്ച ചില ദൈവമക്കൾ പറഞ്ഞതനുസരിച്ച് അവിടെ താഴ്ത്തി ചെന്നു ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ വലിച്ചു കുടിക്കും. അത് മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും. പിന്നെ വീണ്ടും പറയുന്നു, അടുത്ത് ആശേരിനെ കുറിച്ച് പറയുന്നു. 24 വാക്യം. ആശേരിനെ കുറിച്ച് അവർ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. യാക്കോബിന്റെ മകനായ ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ.
അവൻ സഹോദരന്മാർക്ക് അവൻ ഇഷ്ടനായിരിക്കട്ടെ. സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കുന്നു. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. കാല് എണ്ണയിൽ മുക്കട്ടെ. സ്തോത്രം. ആശേർഗോത്രം അവർക്ക് കൈവശമായി കിട്ടിയ സ്ഥലം അറബി നാടുകളാണ്, അറബി നാടുകൾ. അവിടെ അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. സ്തോത്രം. ഇതെല്ലാം നിത്യനായ ദൈവം രേഖപ്പെടുത്തി വെച്ചു. ദൈവം തമ്പുരാൻ തൻ്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇരിക്കുന്നു എല്ലാം കാണുന്ന ദൈവമുണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തകൾ എന്തൊക്കെയുണ്ട് അതൊന്നും കാണുന്ന ദൈവമുണ്ട്. നമ്മുടെ മനസ്സിൽ നിരൂപണങ്ങൾ എന്തെല്ലാമുണ്ട് എല്ലാം കാണുന്ന ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്നൊരു ദൈവം. സ്തോത്രം. പിന്നെ ഈ യോസേഫിനെ അനുഗ്രഹിക്കുകയാണ് 25-ാം വാക്യം മുതൽ. നിൻ പിതാവിൻ്റെ ദൈവത്താൽ, നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും മക്കളുടെ മക്കൾ സന്തതി പരമ്പരകൾ നിനക്കുണ്ടാകും. നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ, നിന്റെ പിതാവായ എൻ്റെ അനുഗ്രഹങ്ങൾ, നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ, എൻ്റെ ജനകന്മാരുടെ, എൻ്റെ അപ്പന്മാരുടെ, എൻ്റെ അപ്പൻ്റെയും ഞാൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട്, ഹല്ലേലൂയ, ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേഫിന്റെ തലയിലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും. അപ്പൻ പറയുകയാണ്, മോനെ നീ സഹോദരന്മാരിൽ പ്രഭുവാകാൻ പോവുകയാണ്. നിന്റെ സഹോദരന്മാരെല്ലാവരേക്കാളും നീ മുമ്പനാകാൻ പോവുകയാണ്. സഹോദരന്മാരിൽ പ്രഭുവായി തീരാൻ പോവുകയാണ്. നിന്റെ സഹോദരന്മാർ ബാക്കി 11 പേരുണ്ടല്ലോ, അവരെല്ലാവരേക്കാളും നീ ഏറ്റവും ശ്രേഷ്ഠനായി പോവുകയാണ്. സഹോദരന്മാർക്കും ഇതേ നിനക്ക് അനുഗ്രഹം ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയെല്ലാം ഞാൻ കേട്ടു, എല്ലാം ഞാൻ മനസ്സിലാക്കി. ഇന്ന് കർത്താവേ, എനിക്ക് നീ ഒരു കൃപ മാത്രം തരണം, ഒറ്റയ്ക്കൊരു കൃപ. യേശുവിനെ തിരിച്ചറിയാനും എന്നെ തിരിച്ചറിയാനും ഒരു കൃപ എനിക്ക് തരണം. യേശു ആരാണെന്ന് തിരിച്ചറിയാനും ഞാൻ ആരാണെന്ന് തിരിച്ചറിയാനും എനിക്കൊരു വെളിവ് തരണമേ. എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നത് പോലെ കാണാൻ നീ എനിക്കൊരു വെളിവ് തരണമേ. നീ എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ എനിക്ക് എന്നെ തന്നെ കാണാൻ ഒരു വെളിവ് തരണമേ. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തിന് അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് അനുഗ്രഹത്തിൻ്റെ സുദിനമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ ചോദിച്ച് വാങ്ങണം. ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ വിനയത്തോടെ കൈനീട്ടി വാങ്ങണം. അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നിങ്ങൾ പോകാൻ. കർത്താവേ, അനേകം പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകാൻ വഴി കാണാൻ ഞാൻ വിഷമിച്ചാണ് വന്നിരിക്കുന്നത്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ശൂന്യതയാണ്. കർത്താവേ, ഈ രോഗം മാറുകയില്ലായിരിക്കുമോ എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. കർത്താവേ, മനസ്സ് നൊന്ത് വെങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം പകരണം. ഹൃദയം മുകളിലേക്ക് കൊടുക്കണം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. കർത്താവേ, നീ അങ്ങ് ദൂരെ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവേ, വചനമായ ദൈവം എനിക്ക് പ്രത്യക്ഷനാകുന്ന ഈ സമയത്ത്, വചനമായി ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിനോട് വാദിക്കുന്ന സമയത്ത്, ഇപ്പോൾ തന്നെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ തലമേൽ വരണമേ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ വിധാതാവായ ദൈവമേ, ഇപ്പോൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ മേൽ പകരണമേ. അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. എന്താണ് അനുഗ്രഹം? സമ്പൂർണ്ണ രൂപാന്തരം, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക. അതാണ് അനുഗ്രഹം. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക, ക്രിസ്തുവുമായി ഒന്നായിത്തീരുക, ക്രിസ്തുവും ഞാനും തമ്മിൽ ഒന്നായിത്തീരുക. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമല്ല നിങ്ങൾ ചോദിക്കുന്നത്, വലിയ കാര്യമാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഞാനുമായി ഒന്നായി തീർന്നാൽ ക്രിസ്തു വന്ന പീഡകൾ എനിക്ക് കേൾക്കും, സംശയമില്ല. ഞാൻ പതറുകയില്ല. ക്രിസ്തു പതറിയില്ലല്ലോ. ക്രിസ്തുവിന് വന്ന എതിർപ്പുകൾ എനിക്കുണ്ടാകും, ഞാൻ പതറുകയില്ല. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നത് ക്രൂശിൻ്റെ പാതയാണ്, ദുരിതത്തിൻ്റെ വഴിയാണ്, സകലരും വെറുക്കുന്ന വഴിയാണ്, പലരും ആക്ഷേപിക്കുന്ന വഴിയാണ്. ലോകത്തിൻ്റെ പ്രതാപത്തിൻ്റെ വഴിയല്ല കർത്താവേ, ലോകത്തിൻ്റെ മഹിമയുടെ വഴിയല്ല, ലോകത്തിൻ്റെ ബഹുമാന്യത്തിൻ്റെ വഴിയല്ല. എല്ലാവരും എന്നെ പരിഹസിക്കും, എന്നെ അവമാനിക്കും. യേശുവിനെ നാമം വഹിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ പലരും എന്നെ ക്രൂശിക്കാൻ വട്ടം കൂട്ടും. അന്ന് എൻ്റെ കരുണയുള്ള കർത്താവിനെ ക്രൂശിച്ചതുപോലെ സമൂഹം എന്നെ ക്രൂശിക്കും. എല്ലാവരും എന്നെ എതിർക്കും, എന്നെ വെറുക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. പക്ഷേ പതറണ്ട മോനെ, നീ പതറണ്ട, മോളെ നീ പതറണ്ട. എല്ലാവരും വെറുക്കുമ്പോഴും നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെക്കുറിച്ച് ശുഭപ്രതീക്ഷയുള്ള ദൈവമുണ്ട്, നിൻ്റെ ഭാവി കണ്ടിരിക്കുന്ന ദൈവമുണ്ട്, നിനക്ക് ഉന്നതമായ ഭാവി തരാൻ കാത്തിരിക്കുന്ന ദൈവമുണ്ട്, സ്വർഗ്ഗ സോപാനങ്ങൾ നിനക്ക് വേണ്ടി തുറന്നു തരാൻ കാത്തിരിക്കുന്ന ദൈവമുണ്ട്. വൃഥാ നിങ്ങളെ ആശ്വസിപ്പിക്കുകയല്ല പ്രിയപ്പെട്ടവരെ, ഊഹാപോഹമല്ല ഈ പറയുന്നത്.
സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുന്ന അരുളപ്പാടുകളാണിത്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവേ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാഥ, യേശുവിനോട് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ തക്കവണ്ണം എന്നെ നീ ഒന്ന് മരിക്കെടുക്കണമേ കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. യേശുവിൻ്റെ സ്വഭാവം അതാണ് എനിക്ക് വേണ്ടത്, മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടത്. യേശുവിൻ്റെ ഭാവം എനിക്ക് വേണം. ക്രൂശ് വഹിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് നടന്നു നീങ്ങി യേശു, എൻ്റെ കർത്താവേ, ഞാൻ കാണുന്നു ആ കാഴ്ച. എൻ്റെ യേശുവേ, നീ കുരിശും പേറിക്കൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് നീ മുട്ടുപടക്കുന്നു, അപ്പോൾ ചാട്ടുപാറ പുറത്തു കൊള്ളുന്നു, വേദനിച്ച് പൊളഞ്ഞുകൊണ്ട് നീ കുരിശ് പിന്നെയും എടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെടുക്കാവുന്നതിൻ്റെ അപ്പുറം വലിയ ഘനമേറിയ ഒരു ചുമടാണ്, കുരിശാണ് യേശു ചുമന്നുകൊണ്ട് പോകുന്നത്. അവർക്ക് പടയാളികൾക്ക് രസമാണ്, യഹൂദന്മാർക്ക് ആർപ്പോടെ അട്ടഹാസിക്കുകയാണ്. തൂക്കുക, തൂക്കുക, തൂക്കുക. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ആക്ഷേപിക്കുന്നു. നടു റോഡിൽ കൂടെ, യെരൂശലേമിൻ്റെ തെരുവിൽ കൂടി ഇത് ആ ഗോകുൽത്തായിലേക്ക് യേശു നടന്നു പോകുമ്പോൾ അപ്പോൾ എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൂക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും എന്തെല്ലാമാണ് പറയുന്നത്. നീ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണല്ലേ, എവിടെ പോയി? ഇതിൻ്റെ കഴിവുകൾ എവിടെ പോയി? നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ലേ, എവിടെ പോയി? ദൈവപുത്രനാണെങ്കിൽ ദൈവം നിന്നെ സഹായിക്കാത്തത് എന്താണ്? സ്തോത്രം. എല്ലാവരും പരിഹസിക്കുന്നു. സ്തോത്രം. യേശു ഒരു അക്ഷരവും മറുപടി പറയുന്നില്ല. വേദനിച്ച് പൊളഞ്ഞുകൊണ്ട് കുരിശും പേരി ഇങ്ങനെ പോവുകയാണ്. ഗോകുൽത്തായിലെ കുന്നു കയറിയൊക്കെ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഇടറി വീഴുന്നുണ്ട്, ഭാരം സഹിക്കുക വീഴുന്നുണ്ട്. അപ്പോഴും ചാട്ടുവാർ പുറത്ത് കൊള്ളുന്നു. മാംസം ചീന്തി എടുത്തുകൊണ്ട് ചാട്ടുവാർ തിരികെ പോരുന്നു. ചൂണ്ടക്കൊളുത്തുള്ള ആണികളിന് ആ ചാട്ടുവാറിൽ അങ്ങനെ മാംസം പിച്ച് ചീന്തി ഒഴുകുന്നു. അവിടെ ചോര ഇങ്ങനെ ഒഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. 33-ാമത്തെ വയസ്സിൽ കന്യയുള്ള കർത്താവ് ഈ യാതനകൾ ഏറ്റുകൊണ്ട് കുരിശും പേറി പോകുന്നു. സ്തോത്രം. കർത്താവെ, ഞാൻ ഇന്ന് സമർപ്പിക്കുന്നത് അതിനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് സമർപ്പിക്കുന്നത് കർത്താവെ, കുരിശും പേറിപ്പോയവന് പിന്നാലെ പോകാനാണ്. സ്തോത്രം. ഇത് മൃദുലമോഹനമായൊരു വഴിയല്ല, ഇത് സുഖസൗകര്യങ്ങളുള്ള ഒരു വഴിയല്ല, ഇത് ക്രൂശിൻ്റെ പാതയാണ്. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഇത് കുരിശിൻ്റെ പാതയാണ്, ഇത് നിന്ദയുടെ പാതയാണ്, ഇത് ആക്ഷേപത്തിൻ്റെ വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇടയ്ക്കിങ്ങനെ ചിന്തിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. അന്ന് കർത്താവേ, നീ കുരിശും പേറി പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ചില സ്ത്രീകളൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. കന്യമാതാവ് ഉണ്ടായിരുന്നു, മർക്കോസിൻ്റെ അമ്മ മറിയാം ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, ശലോമയുണ്ടായിരുന്നു. പക്ഷേ കർത്താവേ, അന്ന് നീ 18 കൊല്ലമായി കൂര് ബാധിച്ചൊരു സ്ത്രീക്ക് സൗഖ്യം കൊടുത്തിരുന്നല്ലോ, അവളെ കാണുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. 12 കൊല്ലമായി രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവളെയും കാണുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, 32 കൊല്ലം തളർവാദം പിടിച്ച് കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി, അവനെയും കാണുന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, 4 ആൾ ചുമന്നുകൊണ്ട് വന്ന് ഒരുവനെ കർത്താവിൻ്റെ അടുക്കൽ കിടക്കയോടെ എടുത്തു വെച്ച് കൊണ്ടുവന്നു. ആ മനുഷ്യന് സൗഖ്യം കൊടുത്തു, അവനെയും അവിടെ കാണുന്നില്ലല്ലോ. ആ ബേസയിലെ കുരുടരെ കർത്താവ് കാഴ്ച കൊടുത്തു, അവനെയും കാണുന്നില്ലല്ലോ. ഇവരൊക്കെ ഒന്ന് കൂട്ടത്തോട് പറഞ്ഞു, അയ്യോ, ഈ നാഥനെ കൊല്ലല്ലേ, ഇവനെ ആക്ഷേപിക്കല്ലേ, ഇവൻ എനിക്ക് ഇന്ന ഉപകാരം ചെയ്തതാണ്. അവർക്ക് പറയാമായിരുന്നല്ലോ. ആളുകൾ പരിഹസിക്കും, വേണമെങ്കിൽ ആളുകൾ അവരെ തല്ലിയെന്ന് വരും, എന്നാലും പറയാമായിരുന്നു, ഇതെൻ്റെ യേശുവാണ്, എൻ്റെ നാഥനാണ്. മാർത്തയും അറിയും ഉറക്കെ വിളിച്ച് പറയാമായിരുന്നു, ഞങ്ങളുടെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവാണ്, ആ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു. ആ വിധവയ്ക്ക് വേണ്ടി പറയാമായിരുന്നു, എൻ്റെ മകൻ മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ അവൻ ഉയർപ്പിച്ച യേശുവാണ്. അയ്യോ, തൊടല്ലേ, അയ്യോ ചെയ്യല്ലേ, ഉപദ്രവിക്കൽ, അടിക്കല്ലേ പറയാമായിരുന്നു. അടി എൻ്റെ ദേഹത്ത് കൊള്ളുന്ന പോലെ തോന്നുന്നല്ലോ എന്ന് പറയാമായിരുന്നു. ആരും പറഞ്ഞില്ലല്ലോ. സ്തോത്രം. ആരും സഹതപിക്കില്ല, ആരും സഹായിക്കില്ല. സ്തോത്രം. ഏകനായി കുരിശ് വഹിച്ചു പോകുന്ന കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ദൈവദാസന് വേറെ ആരിൽ നിന്നൊരു പിന്തുണ കിട്ടിയെന്ന് വരികയില്ല. സാരമില്ല. ദൈവത്തിന് സ്തോത്രം. യേശു പോയി അതേ പാതിയിൽ കൂടി നമുക്ക് പോകണം. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മിലുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിൽ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേവലം പ്രസംഗം കേൾക്കുകയല്ല, നിങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ ചേർന്ന് നടക്കുന്നു. സ്തോത്രം. അങ്ങ് ആഫ്രിക്കയുടെ വടക്കേറ്റത്തുള്ള ലിബിയായുടെ അടുത്തത് കുറേന എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് കർഷകരായ ഒരു മനുഷ്യൻ ചേർന്ന് വരുന്നു. അവൻ യെരൂശലേമിൽ പെസഹ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഈ വലിയ ഘോഷയാത്ര പോലെ പോകുന്നു. എല്ലാവരും കൂക്കി വിളിച്ചുകൊണ്ട് പോവുകയാണ്, തൂക്കുക, തൂക്കുക, തൂക്കുക. നോക്കിയപ്പോൾ ഒരാൾ വേച്ചും വിറച്ചും വീണ് എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്നു. അത് ആരാണിതെന്നറിയാൻ, ഈ ഭീകര കുറ്റവാളി ആരാണെന്നറിയാൻ അവൻ ചേർന്ന് നടന്നു. പടയാളികൾ ഓർത്തു, എത്രയും വേഗം പരിപാടി തീർത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ. അതുകൊണ്ട് കാര്യം തീർക്കാൻ വേണ്ടി പടയാളികൾ അവനെ നിർബന്ധിച്ചു, നീ ഒന്ന് ചുമക്ക്, ഒന്ന് താങ്ങി കൊടുക്ക്. പാവം ഈ കർഷകനായ കുറേക്കാരനായ ശീമോൻ, അവന് ഒന്നും അറിയാൻ വയ്യെങ്കിലും അവൻ അതിൻ്റെ അറ്റം താങ്ങി. യേശു തിരിഞ്ഞൊന്ന് നോക്കി. കർത്താവിൻ്റെ കണ്ണ് ജലാർദ്രമായി, കണ്ണ് വാത്സല്യപൂർവ്വം നോക്കി. കർത്താവ് വിതുമ്പി. കർത്താവ് നന്ദിയുണ്ട്, എൻ്റെ കുരിശ് താങ്ങിയവനോട് കർത്താവ് നന്ദിയുണ്ട്. സ്തോത്രം.
എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് കുരിശ് താങ്ങാൻ വല്ല പരിപാടിയുണ്ടോ? പറ്റുമോ നിങ്ങൾക്ക്? ഈ കുരിശ് വേന്തി പോകുന്നതിൻ്റെ പിന്നാലെ നടന്ന് ആ കുരിശ് വഹിക്കാൻ തയ്യാറാണോ? കുരിശിൻ്റെ ഏറ്റവും തൊടാൻ തയ്യാറാണോ? സ്തോത്രം. ആ കുരിശ് അവനെടുത്ത് മുന്നോട്ട് പോകുമ്പോഴുണ്ട് ആ കുരിശിൽ കൂടി കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നതായി രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്നു. ആ രക്തം അവൻ്റെ ശരീരത്തിൽ തൊട്ടപാടെ അവൻ അയ്യോ എന്തൊരത്ഭുതം, അവൻ്റെ വേദന പോയി, അവൻ്റെ ഭാരം പോയി, അവൻ്റെ വിഷമം പോയി, ഭാരമല്ല, കുരിശ് ഭാരമല്ലാതായി തീർന്നു. ആ തിരക്തം തൊട്ടപ്പോഴേക്കും എല്ലാം മാറി. ദൈവത്തിന് സ്തോത്രം. ഇന്നെ അവരോർക്ക് എന്തൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്നാണ് ഇപ്പോൾ ഓർക്കുന്നത്. ആ കുരിശും പേറി പോകുമ്പോൾ, യേശുക്രിസ്തുവിനെ പോകുമ്പോൾ അവൻ രോമാഞ്ചമണിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവൻ്റെ ഉള്ള് സന്തോഷം കൊണ്ട് വികസിച്ചാണ് പോകുന്നത്. കാരണം ഒരത്ഭുതം നടന്നിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം നേരെ വന്ന് തൊട്ടു. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, കർത്താവേ ആ തിരക്തം ഒരു തുള്ളി എൻ്റെ മേൽ തൊട്ടാൽ മതി, പ്രശ്നം തീരും. ആ തിരക്തം ഒരു തുള്ളി തൊട്ടാൽ മതി, എൻ്റെ യാതനകൾ തീരും. ആ തിരക്തം ഒരു തുള്ളി തൊട്ടാൽ മതി, എൻ്റെ മനോഭാരങ്ങളെല്ലാം മാറും. കർത്താവേ ആ തിരക്തം ഒരു തുള്ളി തൊട്ടാൽ മതി, എൻ്റെ പാപങ്ങളെല്ലാം മാറും, എൻ്റെ ശാപങ്ങളെല്ലാം മാറും. എനിക്കറിയാം കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുറേക്കാരനായ ശീമോൻ യേശുവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങി. ശീമോൻ പുളകിതഗാത്രനായി, അവൻ രോമാഞ്ചമണിഞ്ഞവനായി തീർന്നു. അവൻ ഉള്ളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞിട്ട് അവൻ പിന്നെ കുരിശ് കൊണ്ട് പോകുന്നത് അവനൊരു സന്തോഷമായി മാറി. അങ്ങ് ഗോകുൽത്തായുടെ മുകളിലെത്തി. ദൈവത്തിന് സ്തോത്രം. അവൻ ആ ക്രൂശിതനാകാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. അവനൊരു തീരുമാനമെടുത്തു. ഞാൻ ഇങ്ങോട്ട് പോകുന്നതുപോലല്ല ഇനി ഞാൻ കുറേ നേരത്തേക്ക് മടങ്ങിപ്പോകുന്നത്. ഞാൻ ആഫ്രിക്കയുടെ വടക്കേറ്റത്തുള്ള ലിബിയയിലേക്ക്, ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത് ഇനി ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം സാധിച്ചിരിക്കുന്നു. നിത്യരക്ഷകൻ്റെ കുരിശ് താങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. സ്നേഹിതരെ, ചോദിക്കട്ടെ, ഈ കുരിശ് താങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? യേശുവിൻ്റെ കുരിശ് താങ്ങാൻ. ദൈവത്തിന് സ്തോത്രം. കുരിശും പേറിപ്പോകുന്ന യേശുവിൻ്റെ പിന്നാലെ നടക്കാൻ താല്പര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു രൂപപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ കുരിശ് താങ്ങുന്നവരെ യേശു കരുണയോടെ നോക്കും. തലമുറകൾ കഴിഞ്ഞു. കുറേക്കാരനായ ശീമോൻ്റെ പേര് വിശ്രുതമാണ്. വെറും പാവപ്പെട്ടൊരു കർഷകൻ്റെ പേര് വിശ്രുതമാണ്. പാവപ്പെട്ടൊരു കർഷകൻ, സാധുവായ മനുഷ്യൻ, വയലിൽ നിന്ന് വരുന്നവനാണ്. വയലിൽ പണിയെടുത്ത് കഷ്ടപ്പെടുന്നവൻ. അവൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്കും അമ്മയാണ് അവൻ്റെ ഭാര്യ എന്ന്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എൻ്റെ കർത്താവിൽ പ്രിയപ്പെട്ടവർ, ചോസൻ ബൈ ദ ലോർഡ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, കർത്താവിൽ പ്രസിദ്ധരായവർ, അലക്സാണ്ടർ രൂഫോസും കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. എൻ്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. അവരും പറയുന്നു, ഞാൻ കർത്താവിൽ പ്രസിദ്ധനാകാൻ കാരണം എൻ്റെ അപ്പൻ കുരിശ് താങ്ങിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ കുരിശ് താങ്ങിയതുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് കുരിശ് താങ്ങിയതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി. അപ്പം കുരിശ് താങ്ങിയതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുരിശ് താങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിപാടി ഉണ്ടോ? കുരിശ് താങ്ങണമെങ്കിൽ നിങ്ങളിപ്പോൾ കർത്താവോട് പറയണം, കർത്താവേ, നിൻ്റെ ജയമുള്ള സ്ലീവ താങ്ങാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പാവിയായ ഒരു മനുഷ്യൻ, ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ, കഷ്ടപ്പെട്ട് ജീവിച്ചു. എങ്ങനെയും എൻ്റെ അതാത് ദിവസത്തെ കാര്യങ്ങൾ നടക്കാൻ, ഉപജീവനം നടക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യൻ. ദൈവമേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ അറിയാതെയാണെങ്കിലും കുരിശ് താങ്ങാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് നീ തന്നൊരു കൃപയാണ്, നീ തന്നൊരു ഭാഗ്യമാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ച് വാങ്ങിയതല്ലല്ലോ, നീ തന്നൊരു കൃപ. അന്നവിടെ വരാനിടയായത് ഭാഗ്യം, അന്ന് രക്ഷിക്കപ്പെടാൻ കൊണ്ടുപോകുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനിടയായത് ഭാഗ്യം, പടയാളികളിൽ നിർബന്ധിച്ചതൊരു ഭാഗ്യം, എല്ലാം ഭാഗ്യമായി തീർന്നല്ലോ കർത്താവേ. ദൈവത്തിന് സ്നേഹിതരെ, നിങ്ങളിവിടെ വരാനിടയായത് ഭാഗ്യമാണ്. സ്തോത്രം. ക്രൂശിൻ്റെ പിന്നാലെ പോകാൻ ലഭിക്കുന്ന അനുഗ്രഹീതമായ സമയമാണ് ഇത്, ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാവവും ശാപവും മാറ്റുന്ന അനുഗ്രഹീതമായ സമയമാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളിലേക്ക് സന്തോഷത്തോടെ പ്രസന്നതയോടെ ഇറങ്ങി വരുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് യാചിക്കേണ്ടും സമയം, ഇത് മോചിക്കും നാഴികെയ്താൻ. ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്, ഇത് കരുണയുടെ സമയമാണ്, ഇത് ജീവനുള്ള ക്രിസ്തുവോട് ഇടപെടുന്ന സമയമാണ്, നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. സമയം കളയരുത്. നിങ്ങളാരും അനുഗ്രഹം കിട്ടാതെ പോകരുത്. സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കാതെ പോകരുത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ഇന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകണം. സ്തോത്രം. നിങ്ങളുടെ ഭാരങ്ങൾ മാറി എന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് പോകണം. നിങ്ങളുടെ ആകുലങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് പോകണം. എൻ്റെ പാവങ്ങളെല്ലാം ക്രിസ്തു തൻ്റെ രക്തത്താൽ കഴിയുക എന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് പോകണം. വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. വിശ്വസിക്കുക. ഏതെല്ലാം ബന്ധങ്ങൾ എനിക്കുണ്ടോ എല്ലാം മാറ്റി എന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് പോകണം.
ഏതെല്ലാം നൂലാമാലകൾ ഞാൻ കുടുങ്ങിപ്പോയോ അതിൽ നിന്നെല്ലാം കർത്താൻ വിടുവിച്ചെന്നുള്ളത് ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് പോകണം. ഭാരപ്പെട്ട് ഞരങ്ങുന്നവർ, കടത്തിൽ മുങ്ങി വലയുന്നവർ, രോഗഗ്രസ്തരായി വിഷമിക്കുന്നവർ, ആയുസ് തീരാൻ പോകുന്നു വിചാരിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, മനസ്സ് നൊന്തുകൊണ്ടിരിക്കുന്നവർ, പാപത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോയവർ, പാപത്തിൻ്റെ ഭീകരതയിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നോർത്ത് നിരാശയോടെ കഴിയുന്നവർ എല്ലാവരും കേൾക്കുക, നിങ്ങൾ വിശ്വസിക്കുക. യേശുവിൻ്റെ അരികിലേക്ക് കരം നിങ്ങൾ നീട്ടുക. കർത്താവേ, ഇപ്പോൾ തൃക്കരം നീട്ടി എന്നെ തൊടണമേ, ഇപ്പോൾ തൃക്കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ, നിൻ്റെ ആ ദിവ്യഭുജം നീട്ടി എന്നെ തൊടണമേ കർത്താവേ, എന്നെ ഈ ആഴക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റണമേ കർത്താവേ, അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ നീ ഉയർത്തിയെടുക്കണമേ, എന്നെ ഉദ്ധരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. കർത്താവേ, ഇത്രയും കാലം നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു, ഇനി മുതൽ യേശുവിനെ അറിഞ്ഞും യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ ആരാധിച്ചും യേശുവിൻ്റെ വേല ചെയ്തും എൻ്റെ കാലം തീർപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഉള്ള കാലം മുഴുവൻ എൻ്റെ യേശുവേ നിനക്ക് വേണ്ടി മാത്രം ചിലവായി പോകുവാൻ എൻ്റെ ആയുസ്സാ ഞാൻ നിനക്ക് മാറ്റിവെക്കുന്ന കർത്താവേ, എൻ്റെ ആയുസ് നിനക്ക് ഇതാ തളരുന്നു കർത്താവേ, നീ എന്നെ തൃക്കൈയിൽ എടുത്തുകൊള്ളണമേ കർത്താവേ, നീ എന്നെ വാഴ്ത്തിക്കൊള്ളണമേ കർത്താവേ. 5 അപ്പവും 2 ചെറുമീനും വാഴ്ത്തിയ ആ തൃക്കരങ്ങൾ എന്നെ എടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് നുറുക്കി അനേകർക്ക് ആഹാരമാക്കി തീർക്കണമേ കർത്താവേ, അനേകർക്ക് വിശപ്പ് പറ്റുവാൻ ഉപയോഗിക്കണ കർത്താവേ, അനേകരുടെ ആത്മാവിൻ്റെ ദാഹം മാറ്റുവാൻ ഉപയോഗിക്കണ കർത്താവേ, അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ ഉപയോഗിക്കണ കർത്താവേ, നിൻ്റെ വേലക്കാരനാകാൻ ഉപയോഗിക്കണമേ, നിൻ്റെ ഒരു നല്ല ശുശ്രൂഷകയാകാൻ ഉപയോഗിക്കണമേ. യേശുവേ, നിൻ്റെ കരം എൻ്റെ ഇപ്പോൾ വരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് പറയൂ. വാസ്തവമായി നിങ്ങളുടെ ഉള്ളത്തിൽ പറയുന്നുണ്ടോ, ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്, അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഇരുകരം ഉയർത്തിക്കൊണ്ട് ഒരു കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാം. യേശുവേ, ഇപ്പോൾ തൃക്കരം നീട്ടി എന്നെ തൊടണമേ. ഹല്ലേലൂയ. സ്തോത്രം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് യോഗ്യതയില്ല എന്ന് മാത്രം ഞങ്ങൾ ഏറ്റു പറയുന്നു. മനസ്സിൽ ഞങ്ങൾ മത്തിൽ കഴിഞ്ഞില്ലെന്നതിനായി സ്തോത്രം. നിൻ്റെ ഈ മക്കളെ അവിടെ തുടരണമേ കർത്താവേ. അതായി കരം ഉയർത്തിയുടെ മേൽ അവിടുത്തെ കരം വെച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. കരം ഉയർത്തിയുടെ കരത്തിൽ അവിടെ കയറി പിടിക്കണമേ കർത്താവേ. നാഥ, അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ. അനേകർ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടയാക്കണമേ നാഥ. അവിടുത്തെ 2ാമത്തെ വരവിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറന്നു വരെ ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.